ഹലോ ലവ്ലീസ്, സ്പൈഡർമാൻ ഫാൻസിന് മാത്രമല്ല നല്ല ക്ലാസിക് ടച്ചിലുള്ള ഒരു കഥാനുഭവം കാണാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും സുസ്വാഗതം. സ്പൈഡർമാൻ്റെ ആദ്യ എപ്പിസോഡുകൾ വളരെ ഗംഭീരമായാണ് ആരംഭിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളെയും ബെൻ റൈലി എന്ന നായകൻ്റെ ലോകത്തെയും പ്രേക്ഷകർക്ക് മുന്നിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ ഈ എപ്പിസോഡുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ലോകത്തേക്ക് ചാടി കടക്കും മുന്നേ ബെൻ റൈലി ആരാണെന്ന് അറിയണ്ടേ? തീർച്ചയായും അറിയണം. കാരണം ഒരു കാലത്ത് ഈ ന്യൂയോർക്ക് സിറ്റിയിലെ ദ സ്പൈഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹീറോ ആയിരുന്നു അയാൾ. നഗരത്തെ രക്ഷിക്കാൻ എപ്പോഴും മുന്നിലുണ്ടായിരുന്ന ആ കാലം. ജ്വല്ലറിയിൽ മോഷ്ടിക്കാൻ വന്ന സായുധരായ മോഷ്ടാക്കളെ ചുരുട്ടിയെടുത്തെറിഞ്ഞെന്ന് വേണ്ട സകല അക്രമങ്ങൾക്കും തടയിടാൻ ഈ സ്പൈഡർ അവിടെ പ്രസന്റ് ആയിരുന്നു. എന്നാൽ ആ വീരപരിവേഷം അവസാനിച്ചത് റൂബിയുടെ മരണത്തോടെയാണ്. ബെന്നിൻ്റെ സ്വന്തം റൂബി. ആടി പാടി കടന്നുപോയ മനോഹരമായൊരു സ്നേഹജീവിതം എത്ര പെട്ടെന്നാണ് നൊമ്പരക്കടലായി മാറിയത്. വരുന്ന വസന്തകാലത്ത് വിവാഹം കഴിക്കാൻ വരെ പദ്ധതിയും ഇട്ടിരുന്നു. അതിനായി ബെൻ റൂബിയുടെ കയ്യിൽ എണീക്കാനായി വാങ്ങി സൂക്ഷിച്ചിരുന്ന വിവാഹ നിശ്ചയ മോതിരം അതൊടുക്കം റൂബിയുടെ കല്ലറയിലേക്കാണ് കൊണ്ടുപോയി വെക്കേണ്ടി വന്നത്. അത് അണിയിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പ് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ചില യൂണിവേഴ്സിൽ PTയുടെ അച്ചാച്ചന് പറഞ്ഞ, വേറെ ചിലതിൽ അമ്മാമ്മ പറഞ്ഞ ആ ഒരു ഓർമ്മപ്പെടുത്തൽ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി, വലിയ ശക്തിക്കൊപ്പം വലിയ ഉത്തരവാദിത്വം വരുന്നു എന്ന് റൂബി ബെൻ റൈലിയോട് പറയാറുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവളായിരുന്നു. എന്നാൽ അവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദ സ്പൈഡർ അവിടെ പരാജയപ്പെട്ടു. അവളുടെ മരണത്തിന് ശേഷം തനിക്ക് അസാധാരണ ശക്തിയോ ഉത്തരവാദിത്തങ്ങളോ വേണ്ടെന്ന് തീരുമാനിച്ച് അവനൊരു സാധാരണ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതെല്ലാം നടന്നിട്ടിപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വർത്തമാനകാലത്തേക്ക്, അതായത് 1930 കാലഘട്ടത്തിലെ ന്യൂയോർക്കിലേക്ക് വരുമ്പോൾ നല്ല മനോഹരമായ നൈറ്റ് അറ്റ്മോസ്ഫിയറിലെ ഒരു ബാറിലിരിക്കുകയാണ് ബെൻ റൈലി. ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, ബെൻ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ കൂടിയാണ് കേട്ടോ. ഇപ്പോൾ തനിക്ക് കൊട്ടേഷൻ കിട്ടിയ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന ആളെയും കാത്തിരിക്കുകയാണ് അവിടെ. അയാൾ ബാറിൻ്റെ മറുഭാഗത്ത് തന്നെ നിൽപ്പുണ്ട്. പുള്ളിനെ ലക്ഷ്യം വെച്ച ശേഷം അയാൾ ബാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബെൻ അയാളെ പിന്തുടർന്നു. ആ വ്യക്തിയുടെ പേര് അഡിസൺ എന്നാണെന്നും അയാളെ കണ്ടെത്താനാണ് ബെൻ വാടകയ്ക്ക് എടുക്കപ്പെട്ടതെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ബെൻ പിന്തുടരുന്നത് മനസ്സിലാക്കിയ അഡിസൺ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ബെൻ പിന്നാലെ പാഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കാർ വന്ന് ബെന്നിനെ തട്ടിയിട്ടു. ബെന്നിനെ റോഡിൽ ബോധരഹിതനായി ഉപേക്ഷിച്ച് ആ കാർ ഓടിച്ചിരുന്ന അയാൾ അഡിസന്റെ പിന്നാലെ പാഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ബോധം വന്ന ഉടനെ ബെൻ ആ അഡിസണും ഒപ്പം ആ കാറും പോയ ദിശയിലേക്ക് ഓടുകയും അവരെത്തപ്പെട്ട സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയുടെ അടുത്ത് എത്തിച്ചേരുകയും ചെയ്തു. ബെൻ അവിടേക്ക് എത്തുമ്പോൾ തലയിലൊരു കുത്തിവലി. സ്പൈഡർ സെൻസ് പ്രവർത്തിക്കുന്നതായി അനുഭവപ്പെടുന്നതാണത്. കാറിടിപ്പിച്ച അയാൾ അവിടെ തോക്കുമായി അഡിസനെ ചൂണ്ടി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കെ പെട്ടെന്ന് അഡിസന്റെ കൈകളിൽ നിന്ന് തീ ആളിക്കത്താൻ തുടങ്ങി. അവൻ്റെ സാധാരണ മനുഷ്യനല്ലായിരുന്നു അപ്പോൾ. ബെൻ ഇത് കണ്ട് ഞാനറിയാത്ത ഗോസ്റ്റ് റൈഡറോ എന്ന പോലെ അതിശയത്തോടെ നിൽക്കെ ആഡിസൺ ആ ആളെ ചുട്ടരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അവൻ്റെ ശരീരം മൊത്തം തീയെ ആക്രമിക്കാൻ തുനിഞ്ഞതോടെ അയാൾ അഡിസന് നേരെ തുടർച്ചയായി വെടിയുതിർത്തു. അഡിസൺ ആട്ടെ വെട്ടിയിട്ട ബായത്തണ്ട് പോലെ നിലത്തേക്കും വീണു. ആ ശരീരത്തിൽ നിന്നുള്ള തീപ്പൊരികൾ അവിടെയൊക്കെ ചിതറിക്കിടന്ന എണ്ണയിൽ വീഴുകയും വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു. ഈ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ അഡിസനെ വെടിവെച്ച ആൾ ദൂരേക്ക് തെറിച്ചു വീണു. ബെൻ അയാളുടെ അടുത്തേക്ക് പോയി സെർച്ച് ചെയ്തതിലൂടെ പാട്രിക് ഡൊണഗൽ എന്നാണ് അയാളുടെ പേരെന്ന് അറിയുന്നതോടൊപ്പം അയാളും ബെന്നിനെ പോലെ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ബെന്നിനെ വാടകയ്ക്കെടുത്ത അതേ ആൾ തന്നെയാണ് ഡൊണഗലിനെയും വാടകയ്ക്കെടുത്തതെന്നും മനസ്സിലാക്കുമ്പോഴേക്കും ബോധം തെളിഞ്ഞപ്പോൾ വിൻസ്റ്റൺ എന്ന പേരുള്ള ഒരാളാണ് അഡിസനെ വകവരുത്താൻ തന്നെ ഏൽപ്പിച്ചതെന്ന് ഡൊണഗൽ ബെന്നിനോട് വെളിപ്പെടുത്തുന്നു. സെയിം വിത്ത് ബെൻ. തുടർന്ന് ഇരുവരും അവിടെ നിന്ന് കാറിൽ രക്ഷപ്പെട്ടങ്ങനെ പിറ്റേന്ന് രാവിലെ ബെൻ തൻ്റെ ഓഫീസിലേക്ക് എത്തുകയാണ്. കാര്യം ഒരു സൂപ്പർ ഹീറോ ഒക്കെ ആണെങ്കിലും ആള് പാപ്പരാണ്. തട്ടിയും മുട്ടിയും ജീവിച്ച് പോകുന്നേ ഉള്ളൂ. മാസങ്ങളായി പെൻഡിങ്ങിലുള്ള ടെലിഫോൺ ബിൽ അടയ്ക്കേണ്ടതുണ്ടെന്ന് അവൻ്റെ സെക്രട്ടറി ജാനറ്റ് അവനെ ഓർപ്പിക്കുന്നു. ബെന്നിൻ്റെ അന്വേഷണ ഏജൻസി വലിയ സാമ്പത്തിക ലാഭത്തിലല്ല പോകുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അഡിസൺ മരിച്ചുവെന്ന വിവരം ബെൻ ജാനറ്റിനോട് പറഞ്ഞു നിൽക്കുകയാണ് പുതിയൊരു ക്ലയൻറ്റ് മിസ്റ്റർ കാർമെഡി എന്നൊരാൾ തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ഒരു പരാതിയുമായി അവിടേക്ക് വരുന്നത്. അയാൾ തൻ്റെ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് കാട്ടുമ്പോൾ ഈ ക്രിമികടി ഒരു പണക്കാരനാണോ എന്ന് ബെൻ സംശയിക്കുന്നുണ്ട്. കാരണം നന്നായി ചെറുപ്പമാണ് പെണ്ണ്. പണം മോഹിച്ചാകാം പ്രായം ചെന്ന അയാളെ വിവാഹം കഴിച്ചതെന്ന് ബെൻ ഡൗട്ടടിച്ചങ്ങനെ നിൽക്കെ, എന്നാൽ കാർമെഡി അത് നിശ്ചയിച്ചു. അന്നേ രാത്രി ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് മറ്റൊരാളെ കാണാൻ ഭാര്യ ഫോണിലൂടെ പദ്ധതി ഇടുന്നത് താൻ കേട്ടു എന്നയാൾ ബെന്നിനോട് പറയുന്നു. ആചാരൻ ആരാണെന്നറിയാനാണ് കാർമെഡി അവിടേക്ക് എത്തിയിരിക്കുന്നത്. ബെൻ മറിഞ്ഞിരുന്ന് ഫോട്ടോസ് എടുക്കുന്നതിലൂടെ തീർച്ചയായും ബെൻ ആ കേസിൽ എടുക്കാൻ സമ്മതിക്കുന്നു. സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയിലെ ആ സ്ഫോടനം പത്രങ്ങളിലെ മുൻ പേജിൽ വാർത്തയാണിപ്പോൾ. തുടർന്ന് ഒരു ഡൈനറിലായി ബെൻ ഒരു മാധ്യമ പ്രവർത്തനെ കാണുന്നു. അത് റോബി റോബർട്ട്സൺ ആണ്. നഗരത്തിൻ്റെ ഭൂരിഭാഗം നിയന്ത്രിക്കുന്ന സിൽവർ മെയിൻ എന്ന അധോലോക നായകനെ ലക്ഷ്യമാക്കി ഒരു രാക്ഷസൻ വരുന്നുണ്ടെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് താനെന്ന് റോബി ബെന്നിനോട് പറയുന്നു. സ്പൈഡർ തൻ്റെ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം നഗരം വലിയൊരു കുഴപ്പത്തിലാണെന്നും ആളുകൾക്ക് ഒരു നായകന് ആവശ്യമുണ്ടെന്നും റോബി ഓർമ്മിപ്പിക്കുന്നു. ബെന്നാണ് സ്പൈഡർ എന്നറിയാവുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് റോബി എന്നിവിടെ വ്യക്തം. നഗരത്തെ അതിൻ്റെ പാട്ടിന് വിടുകയാണെന്ന് ബെൻ പറയുമ്പോൾ ഇത് കേട്ടാൽ റൂബി എന്ത് വിചാരിക്കുമെന്ന് റോബി ചോദിക്കുന്നു. കാരണം റൂബി ആഗ്രഹിച്ച ഒരാളല്ല ഇപ്പോൾ ബെൻ.
ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി മറയുകയാണിപ്പോൾ. റൂബിയെക്കുറിച്ച് പറയുമ്പോൾ ബെന്നിന് എപ്പോഴും ഒരു വിങ്ങലാണ്. ഇപ്പോൾ ഇത് കേട്ടതും ആളുടെ മനസ്സിലേക്ക് വരുന്നത് അവളുടെ അവസാന നിമിഷമാണ്. കാറിനോടൊപ്പം വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്ന അവളും സ്പൈഡർ വേഷത്തിലുള്ള ബെന്നും അടങ്ങുന്നൊരു ഓർമ്മ. അങ്ങനെ ഡൈനാളിൽ നിന്നിറങ്ങിയ ശേഷം ഫ്രാങ്കി എന്നൊരു പയ്യനുമായി ബെൻ സൊറ പറയുന്നുണ്ട്. അവൻ പോക്കറ്റ് അടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണിപ്പോൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, മാനമുട്ടയ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിലും ന്യൂയോർക്കിൽ ദരിദ്രർക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കും ഒരു ക്ഷാമവും ഇല്ലാത്ത സമയമാണ്. എന്തായാലും ഫ്രാങ്കിയെ നമ്മൾ ഇനിയും കാണുമെന്ന് ഉറപ്പാണ്. തുടർന്ന് ബെൻ ഡോണഗലിനെ വിളിച്ച് കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അവർ ഒരു ബാറിൽ വെച്ച് കാണുകയും ചെയ്യുന്നു. തങ്ങളെ വാടകയ്ക്കെടുത്തവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ടെന്ന് ബെൻ പറയുന്നു. ഒരു പുതിയ പദ്ധതി തയ്യാറാക്കാൻ പിറ്റേന്ന് രാവിലെ 9 മണിക്ക് കാണണമെന്ന് അവർ തീരുമാനിക്കുന്നു. സിൽവർമീൻ നഗരത്തെ തൻ്റെ കാൽ കീഴിൽ അമർത്തിയിരിക്കുകയാണെന്നും ആരോ അയാളുടെ വീടിന് തീ വയ്ക്കാൻ ശ്രമിച്ചു, എങ്കിലും അവനെ കൊല്ലാൻ കഴിഞ്ഞില്ലെന്നുള്ള റോബിയുടെ ഒരു ഹോട്ട് ന്യൂസ് നമ്മൾ കാണുവാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എപ്പോഴോ ആഡ്സ് നടത്തിയ ഒരു ആക്രമണമാണിത്. സ്പൈഡർ ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങളെ രക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞാണ് റോബി ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. ബെന്നിനെ വീണ്ടും സ്പൈഡർ ആകാൻ പ്രേരിപ്പിക്കുക എന്നായിരുന്നു റോബിയുടെ ഉദ്ദേശം. കാർമഡിയുടെ ഭാര്യയെ നിരീക്ഷിക്കാൻ പോയ ബെൻ ഈ പത്രം വായിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ യുവതി ഹോട്ടലിലേക്ക് എത്തുന്നതും എലിവേറ്ററിൽ കയറി പെൻറ്റ് ഹൗസിലേക്ക് പോകുന്നതും ബെൻ കണ്ടു. മുൻപിലൂടെ പോകാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഹോട്ടലിൻ്റെ ഫയർ എസ്കേപ്പ് വഴി ബെൻ മുകളിലേക്ക് കയറുന്നു. അവിടെ നിന്ന് നോക്കിയാൽ മുറികൾക്കുള്ളിൽ നടക്കുന്നതെല്ലാം വ്യക്തമായി കാണാമായിരുന്നു. അങ്ങനെ കയറി കൃത്യമായ പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ യുവതി ഒരു പ്രായമായ മനുഷ്യനുമായി നിൽക്കുന്നതാണ് കാണുന്നത്. ഫോട്ടോസ് എടുത്തവർക്ക് ഉള്ളിൽ കടന്നു പിടിക്കാനുള്ള ശ്രമം നടത്തിയതും അവൾ അയാളെ അടിച്ചു. തുടർന്ന് തിരിച്ചും ക്രൂരമായി പെരുമാറാൻ തുടങ്ങുന്നത് കണ്ട് ബെന്നിന് കാര്യം മനസ്സിലായി. അയാൾ അവളെ വീണ്ടും അടിക്കാൻ കൈ ഓങ്ങിയതും പെട്ടെന്ന് തൻ്റെ വല ഉപയോഗിച്ച് അയാളുടെ കൈ പിടിച്ചു കെട്ടി മറഞ്ഞു. ഈ തക്കത്തിന് ആ യുവതി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എത്രയൊക്കെ ഒതുങ്ങിയാലും ചില സാഹചര്യങ്ങൾ എപ്പോഴും ഉള്ളിലെ മൃഗത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണിപ്പോൾ കണ്ടത്. പിറ്റേന്ന് അഡിസനെക്കുറിച്ച് അന്വേഷണമുള്ള പണം നൽകാനായി ഈ ദൗത്യം ഏൽപ്പിച്ച വിൻസ്റ്റൺ ബെന്നിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അയാൾ തന്നെ വാടകയ്ക്കെടുത്ത മറ്റേ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർക്ക് ഡൊണഗലിന് $50 വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് തനിക്കറിയാമെന്ന് ബെൻ പറയുകയും തൻ്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചാൽ മാത്രമേ അഡിസനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമെന്നും അറിയിക്കുന്നു. ഇത് കേട്ട വിൻസ്റ്റൺ ഒരു തോക്കെടുത്ത് ബെന്നിനെ ഭീഷണിപ്പെടുത്തുന്നെങ്കിലും എന്നാൽ ബെന്നിന് പിന്നിലായി തോക്കുമായി സെക്രട്ടറി ജാനറ്റ് നിൽപ്പുണ്ടായിരുന്നു. ഗത്യന്തരമില്ലാതെ വിൻസ്റ്റൺ അവിടെ നിന്ന് പോകുന്നു. പുറത്ത് കാറിൽ നിൽക്കുകയായിരുന്ന ഡൊണഗൽ വിൻസ്റ്റണിനെ പിന്തുടരുന്നു. വിൻസ്റ്റൺ ചെന്നെത്തുന്നത് സിൽവർമൈൻ്റെ എസ്റ്റേറ്റിലാണ്. ബെന്നും ഡൊണഗലിനൊപ്പം ചേരുന്നുണ്ട്. അഡിസണ് എന്തോ പ്രത്യേക ശക്തികളുണ്ടായിരുന്നുവെന്ന് അവർ സംശയിക്കുന്നതായും എന്ത് വില കൊടുത്തും അവനെ കണ്ടെത്താൻ വിൻസ്റ്റനോട് സിൽവർമൈൻ ആവശ്യപ്പെടുന്നതും അവർ ഒളിച്ചിരുന്ന് കേൾക്കുന്നു. ഇതോടെ തങ്ങൾക്കറിയാവുന്ന വിവരം വെച്ച് സിൽവർമൈനിൽ നിന്ന് ഒരു പേശൽ നടത്തി പണം കൂടുതൽ തട്ടാമെന്ന് ഡൊണഗൽ പറയുകയാണ്. എന്നാൽ ബെന്നിന് ഇതിൽ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അങ്ങനെ ബെൻ ഓഫീസിലേക്ക് തിരിച്ചെത്തുമ്പോൾ ജാനറ്റ് ഫോട്ടോകൾ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. ഹോട്ടലിലെ മുറിയിൽ വെച്ച് കാർമഡിയുടെ ഭാര്യ ആക്രമിച്ചയാളുടെ വ്യക്തമായ ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ന്യൂയോർക്ക് മേയറായ ആൽഫ്രഡ് മോറിസ് ആണെന്ന് ജാനറ്റിലൂടെ അറിയുകയാണ്. എങ്ങനെയെന്നാൽ ഫോട്ടോസിലൊന്നിൽ മിററിലൂടെ ആളുടെ മുഖവും കാണാമായിരുന്നു. അങ്ങനെ വൈകാതെ എത്തുന്ന കാർമഡിയോട് ബെൻ പറയുന്നു ഭാര്യ ഹോട്ടലിൽ ഒറ്റയ്ക്കായിരുന്നുവെന്നും മറ്റാരെയും കണ്ടില്ലെന്നും. തുടർന്ന് അയാളുടെ പണം തിരികെ നൽകി ബെൻ പറഞ്ഞയക്കുകയും ചെയ്തു. ഇത് കണ്ടതും ജാനറ്റിന് ദേഷ്യം. വെറുതെ പൈസ തിരിച്ചു കൊടുത്തത്. ഒന്നാമതെ ജാനറ്റിന് ശമ്പളം പോലും കൊടുത്തിട്ട് നാളേറെയായി. എന്നിട്ടും അവളുടെ മര്യാദ കൊണ്ട് ഇവിടെ ബെന്നൊപ്പം തുടരുകയാണ്. എന്നാൽ സത്യാവസ്ഥ ഇതുപോലെ വലിയ പ്രശ്നങ്ങൾ ചെന്ന് ചാടാൻ ബെന്നിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം, കാർമഡിയുടെ ഭാര്യയെ ഈ ഫോട്ടോകൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് അത് വിറ്റ് പണമുണ്ടാക്കാൻ ജാനറ്റ് കർശനമായി ഉപദേശിക്കുന്നു. ഈ വലിയ കേസിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭം കിട്ടട്ടെ എന്നായിരുന്നു അവളുടെ ചിന്ത. ഹോട്ടലിൽ താൻ കണ്ട ആ സ്ത്രീയുടെ പേര് കാറ്റ് ഹാർഡി എന്നാണെന്ന് ബെൻ റോബിയിലൂടെ മനസ്സിലാക്കുന്നു. ഒപ്പം സിൽവർമൈൻ്റെ ഉടമസ്ഥതയിലുള്ള ദ ആൽക്കോവ് എന്ന ക്ലബിലെ പാട്ടുകാരിയും കൂടിയാണ് അവൾ. ജെയിംസ് അഡിസന്റെ മൃതദേഹം കാണാൻ റോബിയും ബെന്നും മോറിസറിൽ എത്തിയപ്പോഴാണ് അവർ ഇക്കാര്യം സംസാരിക്കുന്നത്. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ശരീരം മൊത്തവും തീ കത്തി നിൽക്കുന്നതായി കണ്ടിട്ടും അഡിസന്റെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. നെഞ്ചിലേറ്റ വെടിയുണ്ടകൾ മാത്രമായിരുന്നു അവൻ്റെ മരണകാരണം. ഈ വാർത്ത ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കരുതെന്ന് ബെൻ റോബിയോട് ആവശ്യപ്പെടുന്നു. ഇവിടെ നിൽക്കെ ബെന്നിന് വീണ്ടും സ്പൈഡി സെൻസസ് വരാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടിട്ട് അഡിസണ് ബെന്നിനെ പോലെ എന്തെങ്കിലും സൂപ്പർ പവറുകൾ ഉണ്ടായിരുന്നോ എന്ന് റോബി സംശയിക്കുന്നു. എന്നാൽ ബെൻ ആ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ജാനറ്റ് പറഞ്ഞ ആ ബ്ലാക്ക്മെയിൽ ഡീലിനായി കാറ്റ് ഹാർഡി പാടുന്ന ദ ആൽക്കോ ക്ലബിലേക്ക് ബെൻ രാത്രി ചെല്ലുന്നുണ്ട്. അവളുടെ തേൻ പോലുള്ള ശബ്ദവും വശ്യമായ ഈണവും ബെന്നിനെ വല്ലാണ്ട് ഹഠാത് ആകർഷിച്ചു. അങ്ങനെ നോക്കി നിൽക്കെ അവിടെ വെച്ച് വിൻസ്റ്റൺ, മറ്റേ കൊട്ടേഷൻ കൊടുത്ത അയാൾ വന്നിട്ട് സിൽവർമൈനെ കാണുന്നത് ബെൻ ശ്രദ്ധിക്കുന്നു. ഇവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ ബെൻ അവിടെയുള്ള ഒരു ഫോൺ ബൂത്തിൽ കയറി ഒളിക്കുകയും ആ സമയത്ത് ഡൊണഗലിനെ വിളിക്കാൻ തോന്നി ട്രൈ ചെയ്യുന്നെങ്കിലും അവൻ എടുക്കുന്നില്ല. എന്നാൽ സിൽവർമൈൻ്റെ ഗുണ്ടകൾ അപ്പോഴേക്കും ഡൊണഗലിനെ പിടികൂടിയിരുന്നു. അയാൾ അവിടേക്ക് ചോദ്യം ചെയ്യാൻ എത്തുമ്പോഴേക്കും ഡൊണഗൽ ഏകദേശം മരിച്ച അവസ്ഥയിലായിരുന്നു ഗുണ്ടകളുടെ കൈകൊണ്ട്. ചത്തോ ഇല്ലെന്നറിയാൻ സിൽവർമൈൻ ഡൊണഗലിൻ്റെ കയ്യിൽ കത്തി കൊണ്ട് കുത്തുന്നതോടെ വേദന കൊണ്ട് അയാൾ ഞെട്ടി ഉണർന്നു. അങ്ങനെ കത്തി അവൻ്റെ കഴുത്തിൽ വെച്ച് അഡിസനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അവനെ വെടിവെച്ച കാര്യമോ
അഡിസണ് എന്തോ പ്രത്യേക ശക്തികളുണ്ടായിരുന്നു എന്ന കാര്യവും ഡൊണാൾഡ് വെളിപ്പെടുത്തി കഴിയുന്നതും ഉടൻ തന്നെ സിൽവർമെയിൻ ഡൊണാൾഡിന്റെ കഴുത്തറുത്ത് അവരെ നിഷ്കരണം കൊലപ്പെടുത്തുകയാണ്. അഡിസന്റെ മൃതദേഹം മോറിസിൽ നിന്ന് കൊണ്ടുവരാനും മറ്റേ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ അതായത് ബെന്നിനെ തന്റെ മുന്നിൽ എത്തിക്കാനും ഗുണ്ടകളോട് ഉത്തരവിട്ടിട്ടാണ് അയാൾ അവിടെ നിന്നും പോകുന്നത്. ക്ലബിൽ പാട്ടിനിടയിലുള്ള ഇടവേളയിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ക്യാറ്റിന്റെ അടുത്തേക്ക് ബെൻ സംസാരിക്കാൻ ചെല്ലുന്നു. ഹോട്ടലിലെ അവളുടെ തലേരാത്രിയിലെ രഹസ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് സൂചിപ്പിക്കാൻ തുടങ്ങുന്നതും അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ ഫ്ലിന്റ് മാർക്കോ അവൻ വന്ന് ബെന്നിനെ അവിടെ നിന്നും ശല്യം ചെയ്ത് മാറ്റാൻ ശ്രമിക്കുന്നു. ബെന്നാകട്ടെ അതിലൊരു ഫോട്ടോ ക്യാറ്റിന് നൽകിയിട്ട് ഇനിയുമുണ്ട്, കയ്യിലുള്ള ഒറിജിനൽ നെഗറ്റീവ് വേണമെങ്കിൽ സംസാരിക്കാൻ അടുത്ത ദിവസം ലഞ്ചിന് കാണാമെന്ന് ഒരു കൊച്ചു ബ്ലാക്ക്മെയിൽ നടത്തി പുറത്തേക്ക് ഇറങ്ങുന്നതിലും ഫ്ലിന്റ് വിടാൻ തയ്യാറല്ല. ക്യാറ്റ് അവനെ പറഞ്ഞു വിട്ടതെ തുടർന്ന് ഫോളോ ചെയ്ത് നടക്കുമ്പോൾ ബെൻ വഴിയോരത്ത് ഇതിനിടെ ഫ്രെഡി എന്നൊരു ദരിദ്രബാലനെ കണ്ട് പൈസ കൊടുക്കുന്നുണ്ട്. കാര്യം പാപ്പരൊക്കെയാണേലും ബെൻ ഇത്തരം കുട്ടികളെ എപ്പോഴും സഹായിക്കാൻ ശ്രമിക്കും. മുന്നേ ഫ്രാങ്കി എന്ന പയ്യനുമൊത്ത് നിന്നപ്പോഴും ശ്രദ്ധിച്ചതാണിത്. അങ്ങനെ ബെൻ ഒരു ഇടവഴിയിലൂടെ നടന്ന് തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് കയറി. ഫ്ലിന്റ് അവിടെ വെച്ച് ബെന്നോട് നെഗറ്റീവ്സ് തരാൻ ഭീഷണിപ്പെടുത്തുകയും അതിൽ കൂസാതെ നിൽക്കുന്നതുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. കെട്ടിടത്തിന്റെ അരികിലേക്ക് ബെന്നെ കൊണ്ടുപോയി താഴേക്ക് ഇടുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. എന്നാൽ സ്പൈഡറിന് എന്ത് പേടി വരാനാണ്? വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മടിയായി. ഒടുവിൽ ഒരു വലിയ മരക്കഷ്ണം ഉപയോഗിച്ച് ബെൻ ഫ്ലിന്റിനെ അടിച്ച് ബോധം കെടുത്തുന്നു. തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ ഫ്ലിന്റിന്റെ പക്കൽ നിന്നും ഒരു മുരളുന്ന ശബ്ദം കേട്ട് ബെൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവന്റെ രൂപം മാറുകയായിരുന്നു. ഫ്ലിന്റ് ബെന്നിന് നേരെ പാഞ്ഞെടുത്തു. അവന്റെ ശരീരം മണലായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. സാൻഡ് മാൻ. മണൽ രൂപത്തിലായി വരുന്ന ഫ്ലിന്റ് ബെന്നിനെ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ഇടിച്ചു തെറിപ്പിച്ചു. എന്നാൽ ആ വീഴ്ചയിൽ താഴെ എത്തുന്നതിന് മുമ്പായി നമ്മുടെ സ്പൈഡർ വെബ് പ്രയോഗം നടത്തുകയാണ്. തന്റെ കറുത്ത വല ഉപയോഗിച്ച് ഊഞ്ഞാലാടി കെട്ടിടത്തേക്ക് തന്നെ തിരികെ കയറുന്നെങ്കിലും ഒരു ഗ്രിപ്പ് കിട്ടിയില്ല. കുറച്ച് അയൽ ഇതൊക്കെ നടത്തിയിട്ട് അതിൻ്റെയാ. അവനെ കണ്ടതും അടുത്തേക്ക് വന്ന ഫ്ലിന്റിനെ വീണ്ടും ബെൻ അടിച്ചു വീഴ്ത്തി. അപ്പോഴേക്കും ക്യാറ്റ് ഓടിക്കതിച്ച് കെട്ടിടത്തിന് മുകളിലേക്ക് എത്തിയിരുന്നു. എന്നിട്ട് അവനെ വെറുതെ വിടാൻ ബെന്നിലൂടെ അലർന്നു. അപ്പോൾ ക്യാറ്റിനും അറിയാം ഫ്ലിന്റിന്റെ പിന്നിലെ ഈ ഒരു നിഗൂഢ രഹസ്യം. ഇതറിയുന്നതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉൾപ്പെടാൻ ആഗ്രഹമില്ലാത്ത ബെൻ ഫോട്ടോയുടെ ആ നെഗറ്റീവുകൾ അവൾക്ക് നൽകിയിട്ട് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഫ്ലിന്റുമായുള്ള പോരാട്ടത്തിന് ശേഷം പിറ്റേന്ന് രാവിലെ പണം കിട്ടാനുള്ള മറ്റൊരു ചാൻസും പാഴാക്കിയതിന്റെ പേരിൽ ജാനറ്റിന്റെ വായിലിരിക്കുന്ന കേട്ട് നിൽക്കുകയാണ് ക്യാറ്റ് ഹാർഡി ബെന്നിന്റെ ഓഫീസിലേക്ക് വരുന്നത്. അതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അവൾക്കൊരു സഹായം വേണം. ഫ്ലിന്റിനെ ഇപ്പോൾ കാണാതായിരിക്കുന്നു. അവനെ കണ്ടുപിടിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കാനാണ് ക്യാറ്റ് വന്നിരിക്കുന്നത്. വലിയ ആൾക്കാർ സംസാരിക്കുന്നിടത്തേക്ക് വരുന്ന ഒരു ചലന്തി അടിച്ചു വന്നിട്ട് പൂച്ചക്കുട്ടി കാര്യം വിശദീകരിക്കുകയാണ്. ഫ്ലിന്റ് അവളുടെ ബോഡി ഗാർഡ് ആണെങ്കിലും അവൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അവൾക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. അവൻ്റെ വീടിൻ്റെ വിലാസം മാത്രമേ അവൾക്ക് അറിയാവൂ. ഈ ഫ്ലിന്റ് ഇങ്ങനെയൊരു മണൽ രാക്ഷസൻ സാൻഡ് മാനായി മാറിയതെക്കുറിച്ച് ജാനറ്റ് ചോദിക്കുന്നുണ്ട്. ഈ ബെന്നിന് എന്ത് വിവരം കിട്ടിയാലും അവനത് സെക്രട്ടറിയോട് പങ്കുവയ്ക്കും. സോ അവർ തമ്മിലൊരു ട്രാൻസ്പെറൻസി ഉണ്ട്. ക്യാറ്റ് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് ആ ഒരവസ്ഥ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണെന്നും ഇപ്പോൾ അവസ്ഥ വളരെ മോശമായിരിക്കുകയാണെന്നും. എന്താണ് സംഭവിക്കുന്നത് വല്ല സൂചനയുമുണ്ടോ എന്ന് ബെൻ ചോദിച്ചപ്പോൾ നിങ്ങളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ, നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നവൾ പരിഹസിക്കുന്നു. ജാനറ്റിന്റെ പ്രതിഫല സംസാരം അംഗീകരിച്ച ശേഷം ജോലി തുടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ക്യാറ്റ് അവിടെ നിന്നും പോകുന്നു. ബെൻ ഫ്ലിന്റിന്റെ അപ്പാർട്ട്മെന്റിലേക്കും ഫ്ലിന്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ജാനറ്റ് പോലീസ് സ്റ്റേഷനിലേക്കും പോകുന്നു. ഇനി നമ്മൾ കാണുന്നത് സിൽവർമെയിനെയും വിൻസ്റ്റന്റെയുമാണ്. ഡോക്സിൽ വെച്ച് കാനഡയിൽ നിന്നുള്ള ഒരു പുതിയ സപ്ലയറുമായി കച്ചവടം ഉറപ്പിക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. എന്നാൽ തങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നവരെ പുറത്തിറങ്ങുന്ന അപകടമാണെന്ന് വിൻസ്റ്റൺ മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ വിൻസ്റ്റൺ ഡോക്കിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. ഫ്ലിന്റിനെ കാണാത്തതിനെക്കുറിച്ചും അവൻ്റെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ചും സിൽവർമെയിൻ സംസാരിക്കുന്നു. കൂടാതെ ബെന്നിനെ എത്രയും പെട്ടെന്ന് തന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നും കർശനമായി നിർദ്ദേശിക്കുമ്പോൾ ഇന്നലെ കക്ഷി രഹസ്യമായി ഈ ഫ്ലിന്റിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കടക്കുകയാണ്. അവിടെ വിവരങ്ങൾ തിരയുന്നതിനിടയിൽ ഫ്രാൻസിൽ നിന്ന് കുറച്ച് പോസ്റ്റ് കാർഡുകൾ ലഭിക്കുന്നുണ്ട്. അതിൽ ഫ്ലിന്റും അഡിസണും ഉൾപ്പെടുന്ന ഒരു ആർമി യൂണിറ്റിന്റെ പഴയ ഫോട്ടോയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണെന്നർത്ഥം. അവർ മാത്രമല്ല ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത്, അത് നമുക്ക് പിന്നെ നോക്കാം. പെട്ടെന്ന് വാതിൽ ഒരു മുട്ട് കേൾക്കുമ്പോൾ അത് വിൻസ്റ്റനാണ്. അയാളും സിൽവർമെയിൻ്റെ ഒരു ഗുണ്ടയും അകത്തേക്ക് കയറുമ്പോഴേക്കും ബെൻ പെട്ടെന്ന് അവിടെയുള്ള ഒരു അലമാരിക്കുള്ള ഒളിച്ചു. തൻ്റെ തൊപ്പി പുറത്ത് മേശപ്പുറത്തിരിക്കുന്ന ബെൻ കണ്ടു. അവൻ വിദഗ്ധമായി തൻ്റെ വല ഉപയോഗിച്ച് ആ തൊപ്പി അലമാരിക്കുള്ളിലേക്ക് വലിച്ചെടുത്ത് ആ റിസ്ക് അങ്ങ് മാറ്റി. ഈ അനക്കം വിൻസ്റ്റന്റെ ശ്രദ്ധയിൽപ്പെട്ട് അയാൾ അലമാരി തുറക്കാൻ ശ്രമിക്കുന്നെങ്കിലും മറ്റേ ഗുണ്ട വിളിച്ചതോടെ അയാൾ അവിടെ നിന്നും പിന്തിരിഞ്ഞു പോയി. ബെന്നിന് ആ ഫോട്ടോ അല്ലാതെ വലിയ വിവരങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. ജാനറ്റ് ഇതിനിടെ അവളുടെ പരിചയത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനിലൂടെ പോലീസിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ബെന്നിന് കൈമാറുന്നു. ഫ്ലിന്റ് ജനിച്ചു വളർന്നത് ബ്രൂക്ലിനിലാണെന്നും അവന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നും നിരവധി തവണ അറസ്റ്റിലായിട്ടുണ്ടെന്നും അതിൽ നിന്ന് വ്യക്തം. ഇതോടൊപ്പം അവൻ സിൽവർമെയിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്നും ബെൻ കൂട്ടിച്ചേർക്കുന്നു. ക്യാറ്റിന് അഡിസനെ നേരത്തെ അറിയാമായിരുന്നോ എന്നും അവൾ തങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ടെന്നും അവർ സംശയിക്കുന്നു. ആ സംശയം ബെന്നിനെ വീണ്ടും ദാൽക്കോ ക്ലബിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ക്യാറ്റിനോട് ബെൻ സംസാരിക്കുകയാണ്.
അപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ ആർമി ഫോട്ടോ അവൻ അവളെ കാണിക്കുന്നു. ഫ്ലിന്റ് പട്ടാളത്തിലുണ്ടായിരുന്നു എന്ന കാര്യം അവൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അഡിസനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവളത് നിഷേധിച്ചു. സിൽവർമെയിൻ്റെ വീട് കത്തിച്ചത് അഡിസൺ ആണെന്നും ഇപ്പോൾ അവനെ അന്വേഷിച്ചുപോയ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററും മരിച്ചുവെന്നും ബെൻ അവളോട് പറയുന്നു. ഈ ആൽക്കോ ക്ലബിന്റെ പ്രധാന അട്രാക്ഷൻ കാറ്റ് ആണെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുതലാളി സിൽവർമെയിൻ ആണെന്ന് അവൾ അറിയിക്കുന്നു. ബെന്നിന്റെ ഓരോ സംസാരങ്ങൾ കേട്ട് അയാൾ വിചാരിച്ചാലും ധൈര്യശാലിയാണെന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്വഭാവമാണെന്നും അവൾ പറയുന്നു. സിൽവർമെയിനുമായി തനിക്ക് ബിസിനസ് ഇടപാടുകൾ ഉണ്ടെങ്കിലും അതും ഈ മിസ്സിങ്ങും തമ്മിൽ ബന്ധമില്ലെന്ന് അവൾ വ്യക്തമാക്കിയതിനു ശേഷം കേസ് അന്വേഷണം തുടരുമെന്ന് ഉറപ്പ് നൽകി ബെന്നും അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ ഫ്ലിന്റും അവിടെ മറഞ്ഞു നിന്ന് അങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ മുഖത്തിപ്പോൾ നല്ലൊരു ശതമാനവും മണലായി തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് അവൻ വളരെ വിഷമത്തോടെ കാറ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നിട്ടും പോയി. തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരികെ എത്തിയ ബെന്നിന് പെട്ടെന്ന് എന്തൊരു അപകടം വരാൻ പോകുന്നതായി തോന്നി. അവൻ്റെ സ്പൈഡർ സെൻസസ് ഉണർന്ന് പ്രവർത്തിച്ചു. ഇരുട്ടിൽ മറിഞ്ഞിരുന്ന സിൽവർമെയിൻ്റെ 2 ഗുണ്ടകൾ പെട്ടെന്ന് അവനെ ആക്രമിക്കാൻ തുടങ്ങി. ബെൻ പെട്ടെന്നുള്ള ആവേശത്തിൽ കൈനീട്ടി ചിലന്തികളെ ഷൂട്ട് ചെയ്യാൻ തുനിഞ്ഞെങ്കിലും ഉടൻ തന്നെ അത് അബദ്ധമാകുമെന്ന് മനസ്സിലാക്കി ഒരു ടോസ്റ്റ് എടുത്ത് അവരൊരാളുടെ നേരെ എറിഞ്ഞു. ഇത് കൂടുതൽ പ്രശ്നമാക്കിയതേ ഉള്ളൂ. അവർ ബെന്നിനെ ക്രൂരമായി മർദ്ദിച്ച് ഒരു കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. അഡിസനെ കുറിച്ച് തനിക്ക് യാതൊന്നും അറിയില്ലെന്ന് ബെന്നെ അവരോട് ആവർത്തിച്ച് പറഞ്ഞു. എന്തായാലും സിൽവർമെയിൻ്റെ അടുക്കലേക്ക് എത്തിക്കുക തന്നെ എന്നങ്ങനെ പോകവേ കാറിൻ്റെ പിൻസീലിൽ തനിക്കരികിലിരുന്ന ഗുണ്ടയുടെ മുഖത്ത് ബെൻ ശക്തിയായി ഇടിച്ചു. ആ തക്കത്തിന് അവൻ കാറിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും ഒരു പാലത്തിനടിയിൽ ഒളിച്ച് അവളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. സിറ്റി വിശേഷങ്ങൾ നോക്കിയാൽ മേയർ ആൽഫ്രഡ് മോറിസ് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ജനങ്ങളോട് പ്രസംഗിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം താൻ പരിഹരിക്കുമെന്ന് അയാൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ ജനക്കൂട്ടത്തിന് പിന്നിലായി ബെന്നിനെയും റോബിയെയും കാണാം. ബെന്നിന്റെ മുഖത്തെ പരിക്കുകൾ കണ്ട റോബി കാര്യങ്ങൾ തിരക്കുന്നെങ്കിലും അതേ സൂചിപ്പിക്കുന്ന പോലെ അഡിസന്റെ കേസിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബെൻ റോബിയോട് ആവശ്യപ്പെടുന്നു. ഇന്നേരം പ്രസംഗത്തിൽ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ മദ്യ നിരോധനം എടുത്തു കളയാമെന്ന് മേയർ വാഗ്ദാനം ചെയ്യുന്നു. ഇതൊക്കെ നഗരത്തിൽ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ സമയം വീണ്ടും സ്പൈഡർ സൂട്ട് അണിഞ്ഞ് നഗരത്തെ സേഫ് സൈഡിൽ നിർത്താൻ റോബി ബെന്നിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ റോബി റോബർട്ട്സൺ അഡിസന്റെ സ്റ്റോറി ഉപേക്ഷിക്കാൻ ചിന്തയില്ല. കാരണം അവൻ്റെ അന്നമേ ഈ റിപ്പോർട്ടിംഗ് ജോലിയല്ലേ. തുടർന്ന് റോബി അഡിസന്റെ ഭാര്യയെ തേടിയിറങ്ങുന്നു. അങ്ങനെ ഒരു പഴയ തകർന്ന വീട്ടിലേക്ക് എത്തുന്നെങ്കിലും അവരവിടെ ഇല്ല. എന്നാൽ അവിടെ വെച്ച് ഒരു അപരിചിതൻ കയറി വന്ന് റോബിയെ തടയുകയാണ്. കാര്യം തിരക്കുന്നതും അഡിസന്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണെന്നും അതിനുവേണ്ടി അവൻ്റെ ഭാര്യ വേറെ അഡിസനെ കാണണമെന്നും റോബി അവരോട് പറയുന്നു. അഡിസൺ മരിച്ചെന്ന വാർത്ത കേട്ട് ആ മനുഷ്യൻ ശരിക്കും ഞെട്ടിപ്പോയി. സിൽവർമെയിൻ്റെ വീട് കത്തിച്ചതിനാണ് അവൻ കൊല്ലപ്പെട്ടെന്ന് റോബി പറഞ്ഞപ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന ഉരുകിപ്പോയൊരു കസേര അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അഡിസന്റെ സൂപ്പർ പവർ മൂലം പോയതാണത്. ഇത് ശ്രദ്ധിച്ചതും ആ ഒരു അപരിചിതൻ റോബിയോട് ഉടൻ തന്നെ അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു. അഡിസൺ ഒരു രോഗിയായിരുന്നുവെന്നും അവനെ ആരാണ് വാടകയ്ക്കെടുക്കുന്നത് എനിക്കറിയില്ലെന്നും ആ പണം കൊണ്ടിപ്പോൾ സൂചിക്കുന്ന അവൻ്റെ ഭാര്യയ്ക്ക് അറിയായിരിക്കുമെന്നും പറഞ്ഞ് അയാൾ റോബിയെ ജെഫ്രി ഹോട്ടലിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെയാണിപ്പോൾ വരാം. സിൽവർമെയിൻ്റെ ഗുണ്ടകൾ ബെന്നിനെ തിരക്കി വന്ന് ഓഫീസ് മുഴുവൻ അടിച്ച് തകർക്കുകയും ജാനറ്റിനെ തോക്കിന് മുന്നിൽ നിർത്തുകയും ചെയ്തു. ബെൻ അവിടെ എത്തുമ്പോഴേക്കും അവർ പോകുന്നതാണ് കണ്ടത്. ആ ഗുണ്ടകൾ ഇനി ഒരിക്കൽ കൂടി വരേണ്ടി വന്നാൽ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി അവൾ പറഞ്ഞു. ഇത്രയും സീരിയസ് ആയിട്ടുള്ള സാഹചര്യം ഉണ്ടായതോടെ ജാനറ്റിനും പിടിവിട്ടു. റൂബി മരിച്ചതിൻ്റെ വിഷമം ഉണ്ടെങ്കിലും പഴയ ബെൻ തിരികെ വരാൻ താൻ 5 വർഷമായി കാത്തിരിക്കുകയാണെന്ന് അവൾ പറയുന്നു. എന്നാൽ ബെൻ അത് വകവയ്ക്കാതെ അവളുടെ വീട്ടിൽ പോയി വിശ്രമിക്കാനാണ് പറയുന്നത്. ജാനറ്റ് പോകുന്നതോ താൻ ഇനി ഈ ജോലിക്ക് തിരികെ വരില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടും. ബെന്നിനോട് വലിയ സ്നേഹമുണ്ടെങ്കിലും അതിനുവേണ്ടി ജീവൻ കളയാൻ തിരിച്ചും അവൾ തയ്യാറല്ല. ജാനറ്റിൻ്റെ ഈ മാനസിക വിഷയം കിട്ട മനമാറിയ ബെൻ ഒരു കാർ എടുത്ത് താൻ മുമ്പുണ്ടായിരുന്ന ഒരു കെട്ടിടത്തിലേക്ക് പോകുന്നു. അവിടെ റൂമിലായി പൈപ്പിലെ ചോർച്ച നന്നാക്കാൻ വന്ന ഒരു മെയിൻ്റനൻസ് ജോലിക്കാരൻ്റെ വേഷത്തിലാണ് അവനോട് എത്തുന്നത്. കെട്ടിടത്തിലെ ബാത്റൂമിൽ കയറി അവൻ ഒരു റെഞ്ച് ഉപയോഗിച്ച് ഭിത്തി പൊളിക്കുന്നു. അതിനുള്ളിൽ ഒരു ചെറിയ എരിമ്പ് പെട്ടിയുണ്ടായിരുന്നു. അതവൻ തുറന്നു. അതിനുള്ളിൽ അവൻ്റെ പഴയ സ്പൈഡർ സ്യൂട്ട് ഇരിപ്പുണ്ടായിരുന്നു. ആ മുറിയുടെ യഥാർത്ഥ ഉടമകൾ വരുന്നതിന് മുമ്പ് തന്നെ ബെൻ സ്യൂട്ടുമായി അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ആ ഒരു അപരിചിതൻ പറഞ്ഞതുപോലെ റോബി വേറെ അഡിസനെ കാണാൻ ജെഫ്രി ഹോട്ടലിലേക്ക് എത്തി. അവൾ ദേഷ്യത്തോടെ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിലവിളിച്ച് കരയുമെന്ന് വാതിലടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നഗരത്തിലെ ഏറ്റവും അപകടകരമായ സിൽവർമെയിനെ കൊല്ലാൻ തന്റെ ഭർത്താവിന് ആരോ കൊടുത്ത വലിയൊരു തുക, അതുകൊണ്ട് ഭാര്യ സൂഹിക്കുന്നു എന്ന വിവരം സിൽവർമെയിൻ അറിയുന്നത് നല്ലതായിരിക്കുമോ എന്നുള്ള ചോദ്യത്തിൽ അവൻ എന്തൊക്കെ അറിയാമെന്ന് മനസ്സിലാക്കിയ വേര അകത്തേക്ക് കയറ്റി. ജെയിംസ് മരിച്ചു എന്ന വിവരം റോബി പറഞ്ഞിട്ടും അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ പോലും വന്നില്ല. 6 മാസം മുമ്പാണ് അവൻ തീ വയ്ക്കാനുള്ള ഈ ഒരു കഴിവ് തുടങ്ങിയതെന്നും അതവൻ ജന്മന കിട്ടിയൊരു കഴിവ് പോലെയായിരുന്നു എന്നും അവൾ പറയുന്നു. എന്നാൽ അവനെ ആരാണ് വാടകയ്ക്കെടുത്തത് എന്നതിനെക്കുറിച്ച് അവർക്കറിയാമെങ്കിൽ യാതൊരു വിവരവും നൽകിയില്ല. പക്ഷേ അവൻ സ്വയം വരുത്തി വെച്ചൊരു വിനയാണെന്ന് വേറെ ദേഷ്യബോധത്തിൽ പറഞ്ഞു. അതേസമയം റോബിയെ കണ്ട അപരിചിതനായ മനുഷ്യൻ ഫ്ലിന്റിനെ അയാളുടെ ഒളിസങ്കേതത്തിലേക്ക് കാണാൻ വരുന്നു. ജെയിംസ് മരിച്ചുവെന്നും ഒരു റിപ്പോർട്ടർ വന്ന് സിൽവർമെയിനെ കൊല്ലാനായി ആഡിസനെ വാടകയ്ക്കെടുത്തത് ആരാണെന്ന് അന്വേഷിച്ചുവെന്നും ഫ്ലിന്റിനോട് പറഞ്ഞു. ഇന്നേരം അയാളുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബെന്നുമൊത്തുള്ള കഴിഞ്ഞ ദിവസം നേരിടലിൽ തന്നിൽ വീണ്ടും മണലിൻ്റെ ആ പ്രഭാവം ഉണ്ടായെങ്കിലും ഇപ്പോൾ പഴയ രൂപത്തിലേക്ക് തിരികെ വരാൻ കഴിയുന്നില്ലെന്നും ഫ്ലിന്റ് പറയുന്നു.
ഡോക്ടർ പറഞ്ഞത് പ്രകാരം അവർക്കിനി അധികാലം ജീവിക്കാൻ കഴിയില്ലെന്നും അതിനാൽ അവർ ഒരുമിച്ച് നിൽക്കുന്നതാണ് നല്ലതെന്നും ആ അപരിചിതൻ പറയുമ്പോൾ ഇയാളും അപ്പോൾ ആ ആർമി ഗ്രൂപ്പിലുണ്ടായിരുന്നതാകാം. അവരിൽ നടത്തിയ എന്തോ ഒരു പരീക്ഷണത്തിന്റെ ഫലമായി അതിൽ നിന്ന് മുടലെടുത്തതാണ് ഇതുപോലുള്ള അസുഖം അല്ലെങ്കിൽ ശക്തികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കാര്യങ്ങൾ ഒരു വഴിത്തിരിവിലേക്ക് കടക്കുമ്പോൾ വിൻസ്റ്റൺ ഡോഗിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. എല്ലാം സുരക്ഷിതമാണെന്ന് തോന്നിയതിനാൽ സിൽവർമെയിനോട് അവിടേക്ക് വരാൻ അയാൾ ആവശ്യപ്പെട്ടു. മീറ്റിങ്ങിനായി അങ്ങനെ കാറിൽ പോകുമ്പോൾ പിന്നിലായതാ സ്പൈഡർ എൻട്രി. ദ സ്പൈഡർ ഈസ് ബാക്ക്. ചാടിക്കേറി മുന്നിലുണ്ടായിരുന്ന കാറിലെ ഗുണ്ടകളെ സ്പൈഡർ നിഷ്പ്രയാസം കീഴടക്കുന്നു. സൂപ്പർ ഹീറോയെ വെടിവെക്കാൻ സിൽവർമെയിൻ തന്റെ ആളുകളോട് ഉത്തരവിടുന്നതിനെ തുടർന്ന് അവർ വെടിയുതിർക്കുന്നെങ്കിലും സ്പൈഡർ അവരെല്ലാം ഒന്നൊന്നായി അടിച്ചിടുന്നു. ഇതെല്ലാം നടത്തിയത് ഒരു ഉദ്ദേശത്തിലാണ്, സിൽവർമെയിനെ നേരിൽ കാണാൻ. അയാളുടെ കാറിലേക്ക് കയറുന്നത് ഒരു താക്കീത് കൊടുക്കാനും. തനിക്ക് ബെന്നിനോട് ഒരു കടപ്പാടുണ്ടെന്നും അതിനാൽ ബെന്നിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് സിൽവർമെയിനും കൂട്ടരും അവസാനിപ്പിക്കണമെന്നും സ്പൈഡർ ആവശ്യപ്പെടുന്നു. ഇതൊരു മുന്നറിയിപ്പാണെന്നും ഇനിയും ബെന്നിനെയോ അവന്റെ ആളുകളെയോ ഉപദ്രവിച്ചാൽ താൻ സിൽവർമെയിനെ കൊല്ലുമെന്നും സ്പൈഡർ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ എന്നെ തൊട്ടാൽ ഞാൻ കൊന്നുകളയും എന്ന ഇൻഡയറക്റ്റ് വാണിങ്ങിന് ശേഷം ബെൻ തന്റെ ഓഫീസിലേക്ക് തിരിച്ചെത്തുമ്പോൾ അടുത്ത പൊല്ലാപ്പ്. റോബിയുടെ ഫോൺ കോൾ വരികയാണ്. സിൽവർമെയിന്റെ കാൽ തടഞ്ഞത് നീയല്ലേ എന്ന് റോബി ചോദിക്കുന്നു. കാരണം ഈ സിൽവർമെയിനെ കൈയോടെ പിടികൂടാൻ പോലീസ് വലിയൊരു പദ്ധതി തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ സ്പൈഡർ വഴിയിൽ വെച്ച് തടഞ്ഞതിനാൽ സിൽവർമെയിൻ അവിടെ എത്തിയതുമില്ല. ചുരുക്കത്തിൽ തന്റെ ഇടപെടൽ കാരണം പോലീസിന്റെ വലിയൊരു ഓപ്പറേഷനാണ് ബെൻ അറിയാതെ തന്നെ നശിപ്പിച്ചത്. സ്പൈഡറിന്റെ റിട്ടേൺ ഇപ്പോൾ ഒരു തിരിച്ചടിയായിരിക്കുകയാണ്. ഒരു വൻ അബദ്ധം. നായകന്റെ തിരിച്ചുവരവും വില്ലന്മാരുടെ രഹസ്യങ്ങളും പോലീസിന്റെ നഷ്ടപ്പെട്ട അവസരവും എല്ലാം ചേർന്ന് വളരെ ആകാംക്ഷാഭരിതമായ തുടക്കം നമ്മൾ കണ്ടിരിക്കുകയാണ്. പെരുന്നാളിനി കൊടിയേറാൻ പോകുന്നേ ഉള്ളൂ. സ്പൈഡർനോയുടെ അടുത്ത ഭാഗവുമായി അപ്പോൾ വീണ്ടും സന്ധിக்கலாம். സീ യു ലവ്ലീസ്.